എല്ലാവരും ഫേസ് ചെയ്യുന്ന, നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. അല്ലാതെ നമ്മളാരും കേട്ടിട്ടില്ലാത്തൊരു കഥയോ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമയോ അല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇതിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് തോന്നുന്ന ഒരു സിനിമയാണ്. വളരെ ജീവിതഗന്ധിയായ ഒരു സിനിമയാണ്. പിന്നെ ശ്രീലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരുപാട് പണം കയ്യിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പണം മുടക്കിയ ഒരു സിനിമ അങ്ങനെ ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് സിനിമയോടുള്ളൊരു പാഷൻ, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥ അദ്ദേഹം തന്നെ എഴുതി, അതിൻ്റെ തിരക്കഥ എഴുതി മാത്യൂസ് കറിയ എന്ന് പറയുന്നൊരു പുതുമുഖ സംവിധായകനെ കണ്ടെത്തി ആ സിനിമ മെറ്റീരിയലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ സമീപിക്കുകയും ആ സിനിമ ഞങ്ങളെല്ലാവരും ചേർന്ന് അത്ര വലിയ ബഡ്ജറ്റിലുള്ള സിനിമയൊന്നുമല്ല, അങ്ങനെ എല്ലാവരും സഹകരിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാമറാമാൻ കൃഷ്ണ, ഇതിൻ്റെ എഡിറ്റർ കപിലൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ഇതിൻ്റെ ലിറിസിസ്റ്റ്, അവർ 2-3 പേരുണ്ട്. ഇതൊക്കെ ശ്രീലാലിനോടും ഉള്ളൊരു ഇഷ്ടവും അടുപ്പം വെച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കൊച്ചു സിനിമയാണ്. അപ്പോൾ ഇതിനൊരു ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ മലയാള സിനിമയിൽ വന്നിട്ടില്ലാത്ത പുതിയ പ്രമേയമെന്നോ അങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ല. ഒരു സാധാരണ സിനിമ, ഒരു സാധാരണ ഒരു ജീവിതം ആണ് ഇത് നമ്മൾ സ്ക്രീനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീലാലിനെ പല രീതിയിലും പലരും സഹായിച്ചിട്ടുണ്ട്. ഡോക്ടർ ശ്രീകുമാറിനുള്ള ആളുകളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഈ സിനിമ ഇന്ന് സ്ക്രീനിൽ എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഞാനും വിനയും കൂടാതെ ഉചിത മേനോനുണ്ട്, ഗായത്രി അശോക് ഉണ്ട്, പിന്നെ ജോണി ആന്റണി, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും ഇതിനകത്ത് വന്ന് നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു, ഈരാകേഷ് പറഞ്ഞ പോലെ വലിയ താരനിരയൊന്നും ഇല്ല ഇതിനകത്ത്, താരങ്ങളല്ലാത്ത ചെറിയ ചെറിയ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഒരു കൊച്ചു സിനിമ ഈ അടുത്ത ദിവസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 17-ാം തീയതി അല്ലേ ശ്രീലാൽ? എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. ശരി, വലിയ പടങ്ങളോട് കോമ്പറ്റീറ്റ് ചെയ്തിട്ടാണ് ഇത് ഇറക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഏറ്റവും അടുത്ത ദിവസം തന്നെ തിയേറ്ററിൽ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. പടത്തിൻ്റെ എല്ലാ വർക്കുകളും എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ടിരിക്കുകയാണ്. ഈ പാട്ടുകൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം, ഒരു പാട്ടിൽ ടെമ്പോയിൽ പോകുന്നു, അടുത്ത പാട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ബസ്സിൽ പോക്കും ടെമ്പോയിൽ പോക്കും മാത്രമേ ഉള്ളൂ എന്ന് ധരിക്കേണ്ട. അത് ഒന്ന് സിനിമയുടെ തുടക്കത്തിലേക്കുള്ളൊരു ഞങ്ങളുടെ കഥാപാത്രങ്ങളെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സീക്വൻസും, മറ്റത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകുന്നതുകൊണ്ട് സിനിമയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയും ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന, കഥയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ വരുന്ന പാട്ടാണ്. അത് കഥയോട് ചേർന്ന് കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുകയുള്ളൂ. എനിക്ക് വേണ്ടി ഇരുന്ന് കണ്ടപ്പോൾ തോന്നി, അടുപ്പിച്ച് 2 പാട്ട്, ഒരാൾ തെക്കോട്ട് പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ വടക്കോട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോയി എന്ന പോലെ തോന്നും. പക്ഷെ സിനിമയിൽ വരുമ്പോൾ അതിനൊരു അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാകും. ഓരോ രംഗങ്ങളും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീക്വൻസസ് ഉണ്ട്. സിനിമ ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന പ്രാർത്ഥനയോടെ, എന്ന വിശ്വാസത്തോടെ ഈ സിനിമ ഏറ്റവും അടുത്ത ദിവസം തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകണം. ഈ സിനിമയും ഒരു വിജയമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറയുമ്പം വേറെ പല പേരുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആദ്യം സിദ്ദിഖ് ജി എന്ന് തന്നെ പറഞ്ഞു, പക്ഷേ സിദ്ദിഖ് ജി തിരക്കിലായതുകൊണ്ട് വേറെ പേരുകളാണ് എന്നോട് പറഞ്ഞത്. പിന്നെ സിദ്ദിഖ് ജി എന്ന് ഓർപ്പിച്ചപ്പോഴാണ് എനിക്ക് ഈ ആനന്ദം കുറച്ചും കൂടി പോയത്. ഇത് എന്തിനാണെന്ന് ഞാൻ പറയട്ടെ. സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റിൽ എല്ലാവരും, മമ്മൂട്ടി സർ, മോഹൻലാൽ സർ, ഇപ്പോൾ ഇല്ലാതായ ഇന്നസെന്റ് സർ, തിലകൻ സർ, അവരുടെ ഒപ്പമൊക്കെ അഭിനയിക്കാൻ കൊതി തോന്നുന്ന പോലെ ഒരു ആർട്ടിസ്റ്റിന് ഇവരുടെ ഒപ്പം എനിക്ക് അഭിനയിക്കണം എന്ന് കൊതി തോന്നുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ സിദ്ദിഖ് സാറാണ്, അല്ലേ? പിന്നെ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് സിദ്ദിഖ് സാറിൻ്റെ കൂടെയാണ്. അത് സീരിയലാവാം, സിനിമ ആവാം, പിന്നെ പരിപാടികളാവാം. കുറേ പരിപാടികളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കമ്പാറ്റബിലിറ്റി ഉള്ള 2 ആർട്ടിസ്റ്റാണ് ഞങ്ങൾ 2 പേരും. ശ്രീലാൽ സർ എന്നെ ഈ പടത്തിന് എന്നെ വിശ്വസിച്ച് എന്നെ വിളിച്ചതിൽ താങ്ക് യു വെരി മച്ച്. ആൻഡ് മാത്യു സർ, നിങ്ങൾക്കും കൂടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനോടും നന്ദി പറയാനുണ്ട്. ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് ഐ എം ഷുവർ ഇറ്റ് വിൽ സെർവ് എ വെരി സ്വീറ്റ്
memory too. It will create a very sweet memory in your minds also. Thank you so much.